ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾക്കേവർക്കും പ്രിയപ്പെട്ട പരമ്പരയായ ചെമ്പനീർ പൂവ് അതിന്റെ ഉദ്വേഗഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ തികച്ചും അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. സച്ചി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയുന്നതോടെ കഥാസന്ദർഭം ആകെ മാറുകയാണ്. ഇനി അങ്ങോട്ട് വലിയ ട്വിസ്റ്റുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സുധിയുടെ കുറ്റസമ്മതമാണ്. സച്ചി പറഞ്ഞത് 100% സത്യമാണെന്നും നീലിമയുടെ പക്കൽ നിന്ന് 50 ലക്ഷം രൂപ കൈപ്പറ്റിയത് താൻ തന്നെയാണെന്നും സുധി പരസ്യമായി സമ്മതിക്കുന്നു. എന്നാൽ അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ഇത് താൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലെന്നും പുതിയൊരു ഷോറൂം തുടങ്ങാൻ വേണ്ടി ശ്രുതി പറഞ്ഞിട്ടാണ് പണം വാങ്ങിയതെന്നും സുധി വെളിപ്പെടുത്തുന്നു. ഇതോടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്താവുകയാണ്. ഈ സത്യങ്ങൾ പുറത്തുവന്നതോടെ ചന്ദ്ര നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. പ്രകോപിതയായ ചന്ദ്ര ശ്രുതിയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ചന്ദ്രയുടെ രോഷത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രുതിക്കാവുന്നില്ല. എന്നാൽ ചന്ദ്രയുടെ മർദ്ദനത്തിനു മുന്നിൽ തളർന്നു നിൽക്കാൻ ശ്രുതി തയ്യാറായിരുന്നില്ല. അവിടെ നമ്മൾ കണ്ടത് ശ്രുതിയുടെ അതിശക്തമായ തിരിച്ചടിയാണ്. താൻ കള്ളം പറയാനുണ്ടായ സാഹചര്യം ചന്ദ്രയുടെ മകന്റെ കഴിവുകേടാണെന്ന് ശ്രുതി ആഞ്ഞടിക്കുന്നു. വെറും ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ടെന്നല്ലാതെ സുധിക്കൊരു ജോലിയും അറിയില്ലെന്നും ജോലിക്ക് പോകാതെ പാർക്കിലും മറ്റും വെറുതെ സമയം കളയുന്ന ഒരു വ്യക്തിയാണ് സുധിയെന്നും ശ്രുതി പരിഹസിക്കുന്നു. അങ്ങനെയുള്ള തന്റെ ഭർത്താവിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ശ്രുതിയുടെ ന്യായീകരണം. ശ്രുതിയുടെ ഈ വാക്കുകൾ ചന്ദ്രയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. തന്റെ അച്ഛൻ തന്ന പണം കൊണ്ടാണ് ഷോറൂം തുടങ്ങിയതെന്ന് അതുവരെ കള്ളം പറഞ്ഞ ശ്രുതിയെ ചന്ദ്ര വീണ്ടും ക്രൂരമായി മർദ്ദിക്കുന്നു. വീടിനുള്ളിൽ സംഘർഷം അതിന്റെ പരകോടിയിലെത്തിയിരിക്കുന്നു. കർഷകരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒടുവിൽ ശ്രുതിയെ വീട്ടിൽ നിന്ന് അടിച്ചുപുറത്താക്കുന്ന രംഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അഭിമാനവും അന്തസ്സും മുറുകെ പിടിക്കുന്ന ചന്ദ്രയുടെ ഈ തീരുമാനം കഥയിൽ ഇനി എന്ത് മാറ്റങ്ങളാകും വരുത്തുക? ചെമ്പനീർ പൂവ് സീരിയലിലെ ഈ അപ്രതീക്ഷിത മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്താണ്? സ്വന്തം ഭർത്താവിന്റെ കഴിവുകേട് മറയ്ക്കാൻ ശ്രുതി ചെയ്ത ഈ കാര്യങ്ങൾ ശരിയാണോ അതോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമന്റ് ചെയ്യുക. ഈ റിവ്യൂ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളുമായി നാളെ രാവിലെ 7 മണിക്ക് പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.